Hello everyone, it's me Dr. Siddiq Melmuri, Assistant Professor, University of Calicut. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 2 മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ എ ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഡാഷ്. അപ്പോൾ ക്യാപിറ്റലിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു മേജർ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് ലോങ് ടേം ക്യാപിറ്റൽ എന്നാണോ, വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണോ, സീസണൽ ക്യാപിറ്റൽ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫിക്സ്ഡ് ക്യാപിറ്റൽ തന്നെയാണ് ലോങ് ടേം ക്യാപിറ്റൽ പൊതുവേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ഉത്തരം വരിക. ഫിക്സ്ഡ് ക്യാപിറ്റൽ ദാറ്റ് മീൻസ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ എ ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇപ്പോൾ ഇവിടെ ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഏതാണ് അല്ലെങ്കിൽ ലോങ് ടേം സോഴ്സ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മൊത്തത്തിൽ നമ്മൾ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ മൊത്തം പഠിക്കണം. അപ്പോൾ ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് ബാങ്ക് ക്രെഡിറ്റ്, കസ്റ്റമർ അഡ്വാൻസ്, പ്ലോഫിംഗ് ബാക്കപ്പ് പ്രോഫിറ്റ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ പ്ലോഫിംഗ് ബാക്കപ്പ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം സോഴ്സാണ്, ഷോർട്ട് ടൈം സോഴ്സ് അല്ല. അത് നമ്മുടെ റിറ്റെയിൻ ഏണിങ്സുമായി ബന്ധപ്പെട്ട് റിസർവ്സ് ഒക്കെ ഉള്ള അത്തരം ക്യാപിറ്റൽ ഇത് ലോങ് ടേമിൽ നമുക്ക് ഉണ്ടാവുന്നതാണ്. അത്തരം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ലോങ് ടേം ആണ്. അത് റിസർവ് ഫണ്ട് എന്നൊക്കെ നമ്മൾ എടുക്കുന്നത്. എനിവേ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ് ബാങ്ക് ക്രെഡിറ്റും കസ്റ്റമർ അഡ്വാൻസ് പോലെയുള്ളതെല്ലാം. നമ്മളത് സെപ്പറേറ്റ് കാണും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഫണ്ട് എക്സെട്ര ആർ ഡാഷ് സോഴ്സ് ഓഫ് ഫണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് ആണോ, ഇൻറ്റേർണൽ സോഴ്സ് ആണോ, ദെൻ ബോറോവ്ഡ് സോഴ്സ് ആണോ, ഓർ ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നതും ഡിപ്രീസിയേഷൻ ഫണ്ട് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് അല്ല. നമ്മൾ ഓരോ സോഴ്സും സെപ്പറേറ്റ് ഇതിൻ്റെ എക്സ്റ്റേണൽ സോഴ്സിൽ എന്താണ് വരിക, ഇൻറ്റേർണൽ സോഴ്സിൽ എന്തൊക്കെയാണ് വരിക, ഇങ്ങനെ ഓരോന്ന് പഠിക്കണം. ഇവിടെ ഉത്തരം വരിക നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഡിപ്രീസിയേഷൻ ഫണ്ട്, അതേപോലെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എക്സെട്ര, അത് ഇൻറ്റേർണൽ പാർട്ട് ഓഫ് ഫണ്ടാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യനിലും നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, അപ്പോൾ ഏതൊക്കെ കാറ്റഗറി ഉണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, സോ നമുക്ക് സോഴ്സ് ഓഫ് ക്യാപിറ്റലിനെ FM-ൽ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ബ്രോഡറായിട്ട് എന്ത് ചെയ്യാം, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ എ ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ 2 മെയിൻ കാറ്റഗറീസ്, ദാറ്റ് ഈസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. Then long-term funds were required to create production facilities through purchase of fixed assets such as plant, machinery, land and building, furniture, etc. And investment in these plant and machinery, land, furniture, etc. These assets represent that part of a firm's capital which is blocked on a permanent or fixed basis. That is called, it is a fixed capital. Then funds are also needed for the firm for short-term purpose of the purchase of raw materials, payment of wages, and other day-to-day expenses of the organization. And these funds are known as working capital. Day-to-day operations വേണ്ട ഫണ്ട് it is met through working capital, that is short-term source of the organization. ഫിക്സ്ഡ് ആൻഡ് ബ്ലോക്ക്ഡ് ഫണ്ട് മിക്കവാറും ഉണ്ടാവുക ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ ഇത്തരം അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. അത് ലോങ് ടേം സോഴ്സ് എന്നാണ് മിക്കവാറും നമ്മൾ അക്വയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ഫിക്സ്ഡ് ക്യാപിറ്റലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ വേരിയസ് സോഴ്സ് ഓഫ് റൈസിംഗ് ലോങ് ടേം ഫണ്ട് ഇൻക്ലൂഡ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, പ്ലോഫിംഗ് ബാക്കപ്പ് പ്രോഫിറ്റ് ആൻഡ് ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി ലോങ് ടേം ലോൺസ്. Then the short-term requirements of fund can be met from the commercial banks, trade credit, installments, advances, factoring services, receivable credit, etc. Anyway, the various sources of finance can be classified in many ways. The first classification is according to the period. The working capital can be classified into short-term source, medium-term source, and long-term source. ഇപ്പോൾ ഇവിടെ ഷോർട്ട് ടൈം സോഴ്സ് എന്ന് പറയുമ്പോൾ ബാങ്ക് ക്രെഡിറ്റ്, കസ്റ്റമർ അഡ്വാൻസസ്, ട്രേഡ് ക്രെഡിറ്റ്സ്, ഫാക്ടറിങ് സർവീസസ്, അക്രൂവൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എക്സെട്ര. ഇതെല്ലാം നമുക്ക് ഷോർട്ട് ടൈം സോഴ്സിൽ വരും, ബാങ്ക് ക്രെഡിറ്റ് പോലുള്ളതല്ല. ദെൻ മീഡിയം ടേം സോഴ്സ് എന്ന് പറയുമ്പോൾ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺസ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതെല്ലാം മീഡിയം ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഓർഗനൈസേഷന്. ദെൻ
that means generally more than 1 year, but not for many long year. Then long term finance. Long term finance എന്ന കാറ്റഗറി വരെ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ദെൻ പ്ലോഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു. അതേപോലെ ലോൺ ഫ്രം സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് മീൻസ് ലോങ് ടേം ലോൺസ് ഫ്രം ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ലോൺ ലോങ് ടേം ഉണ്ടായിരിക്കും, ഷോർട്ട് ടേം ഉണ്ടായിരിക്കും. ലോങ് ടേം ലോൺസ് ആണെങ്കിൽ അത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിലും, ഷോർട്ട് ടേം വിത്തിൻ 1 year ആണെങ്കിൽ അത് ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസിലുമാണ് ഉൾപ്പെടുത്തേണ്ടത്. സോ ഈ 3 ഹെഡിലെയും നമുക്ക് ഇങ്ങനെ ഒരുപാട് സബ് പോയിന്റുകൾ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണെങ്കിലും അതിൻ്റെ സബ് കാറ്റഗറിയാണ് ഈ പറഞ്ഞത്. ഇനി നമുക്കതിലെ സെക്കൻഡ് കാറ്റഗറി നോക്കാം. അക്കോർഡിംഗ് ടു ഓണർഷിപ്പ്, ക്യാപിറ്റൽ, ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ബോറോവ്ഡ് ക്യാപിറ്റൽ, ഇങ്ങനെയും ഇതിനെ ക്ലാസ് ചെയ്യും. നമ്മൾ വൈഡർ സെൻസിലാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും പറഞ്ഞത്. ഇനി ഇതിനെ സെപ്പറേറ്റ് ഇനിയും പറയുമ്പോൾ ഇങ്ങനെയും പറയാം. ഓൺഡ് ക്യാപിറ്റൽ മീൻസ് ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിനിങ്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഓഫ് ദി ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, പ്രോഫിറ്റ്, സർപ്ലസ് എക്സെട്ര. ദെൻ ബോറോവ്ഡ് മീൻസ് ആ പേരിലുണ്ട് അല്ലേ, ഡിബഞ്ചേഴ്സ്, ബോൺസ്, പബ്ലിക് ഡെപ്പോസിറ്റ് ലോൺസ് എക്സെട്ര. ഇതെല്ലാം ബോറോവ്ഡ് ക്യാപിറ്റലാണ്. ഓക്കെ, യെസ്. According to the source of finance, internal source of finance ഉണ്ട്. Internal source of means എന്താണ്, ഓർഗനൈസേഷൻ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്, പ്ലോഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, റീറ്റെയിൻ ഏർണിങ്സ്, ദെൻ പ്രോഫിറ്റിൻ്റെ പാർട്ടുകൾ, സർപ്ലസ്, അതേപോലെ എന്താ ഡിപ്രീസിയേഷൻ ഫണ്ട് പോലെയുള്ളതെല്ലാം നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സാണ്. പ്ലോഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, റീറ്റെയിൻ ഏർണിങ്സ്, പ്രോഫിറ്റ്സ്, സർപ്ലസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഫണ്ട് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ഇൻറ്റേർണൽ സോഴ്സ്. സോ എക്സ്റ്റേണൽ, അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സിന് നമുക്ക് അധികം കോസ്റ്റ് വരുന്നില്ല എന്നും കൂടി മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ. എക്സ്റ്റേണൽ സോഴ്സ് മീൻസ് നമ്മുടെ ഔട്ട്സൈഡ് പാർട്ടിയിൽ നമ്മൾ വാങ്ങുന്നത്, മീൻസ് ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ലോൺസ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിനെ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തതാണ്. സോ ഇൻറ്റേർണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. ദെൻ ഇൻ അനദർ mode of financing, according to the mode of financing, the shares can be, the source of fund can be classified into security financing or external financing. Security financing or external financing means the financing through raising of corporate securities like shares, debentures, etc. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെക്യൂരിറ്റി ഫിനാൻസിങ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫിനാൻസിങ്, raising of corporate securities, shares, debentures, all these come under the security financing or external source of financing. And secondly, internal source of financing or internal financing. Internal source of financing നമുക്ക് ഫിനാൻസിങ് ത്രൂ റീറ്റെയിൻ ഏർണിങ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ വേറൊരു മോഡ് ഓഫ് ഫിനാൻസിങ്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ പറഞ്ഞത് തന്നെ. ദെൻ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഇതെല്ലാം ഇൻറ്റേർണൽ ഫിനാൻസിങ് മോഡിലൂടെ ആണ്. ദെൻ ലോൺ ഫിനാൻസിങ് നമ്മൾ ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ റേസിംഗ് ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ അതർ മീൻസ് നിന്നാവാം. അപ്പോൾ ഇത് നമുക്ക് ലോൺ ഫിനാൻസിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ സോഴ്സ് ഓഫ് ഫിനാൻസിന് നമുക്ക് വൈഡർ ടേമിൽ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ക്ലാസിഫിക്കേഷനിലും, ദെൻ നമുക്കതിനെ അക്കോർഡിംഗ് ടു ദ പീരിയഡ് ഇതിന് നമുക്ക് ഷോർട്ട് ടേം സോഴ്സ് ആൻഡ് മീഡിയം ടേം സോഴ്സ്, അതേപോലെ ലോങ് ടേം സോഴ്സ് എന്ന രീതിയിൽ ഉൾപ്പെടുത്താം. ദെൻ ബേസ്ഡ് ഓൺ ദി ഓണർഷിപ്പ്, ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ. അപ്പോൾ അതിൽ നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാവും, ഓൺഡ് ആൻഡ് ബോറോ മീൻസ് ഔട്ട്സൈഡ് പാർട്ടീസ് എന്നായിരിക്കും. അത് തന്നെയാണ് എക്സ്റ്റേണൽ പാർട്ടി എന്ന രീതിയിൽ വരുന്നത്. പക്ഷേ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലും നമുക്ക് എക്സ്റ്റേണൽ പാർട്ടിയിൽ നിന്ന് വരും എന്നർത്ഥം. ദെൻ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് മൂന്നാമത് നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അതിൽ നമുക്ക് വരുന്നത് ഇൻറ്റേർണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സുമാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളിത് മനസ്സിലാവും. പക്ഷേ ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിൽ, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാംസിന് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഹിൻറ്റുകൾ, ഇതായിരിക്കും നമ്മളെ ഹിൻറ്റുകൾ ഉണ്ടാവുക, ഈ പറഞ്ഞ സംഭവങ്ങളും ഞാൻ ഇതിനിടയിൽ പറഞ്ഞ എക്സാമ്പിൾസും. അപ്പോൾ അത്തരം ഹിൻറ്റുകൾ നമ്മൾ ഉണ്ടോ എന്നുള്ളതാണ് എക്സാമിന് വാല്യൂ പോയിൻ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് കേരള PSCയിൽ ഇനി വരുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾക്കൊക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകൾ, അതേപോലെ വരുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പോലെ എക്സാമുകളൊക്കെ ഇത്തരം കാര്യങ്ങളാണ് നോക്കിയിട്ട് ചെയ്യേണ്ടി വരിക. ദെൻ ഇൻറ്റേർണൽ ഫിനാൻസിങ്, ദെൻ ലോൺ ഫിനാൻസിങ്. ഇത്രയാണ് ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.